വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. യോജിക്കാത്തത് കണ്ടെത്തുക. വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ? എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ IBRD, ലോക ബാങ്ക് അല്ലെങ്കിൽ IBRDയുടെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം, വാഷിംഗ്ടൺ DC ആണ് അല്ലെ? ലോക ബാങ്ക് അല്ലെങ്കിൽ IBRDയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ശരിയായിട്ടുള്ളതാണ്, ശരിയാണ്. ഏഷ്യൻ വികസന ബാങ്ക്, നമ്മൾ അതിനെ ഷോർട്ടായിട്ട് ADB എന്ന് പറയൂല്ലേ? ADB എന്ന് പറയും. ഓക്കെ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയും. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ADB എന്ന് പറയും. ഓക്കെ, അതിന്റെ ആസ്ഥാനം വരുന്നത് മനില, ഫിലിപ്പീൻസ് ആണ് അല്ലെ? മനില, ഫിലിപ്പീൻസ് ആണ്. മനില, ഫിലിപ്പീൻസ് ആണ് ADB അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത് മനില, ഫിലിപ്പീൻസ് ആണ്. അടുത്ത് ഭാരതീയ റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ് അല്ലെ? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്, ശരിയായിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര നാണയനിധി, അതായത് IMF, അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF, അവരുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ADB, അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പീൻസ് ആണ്. മനില, ഫിലിപ്പീൻസ് ആണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത്. ഓക്കെ, ഈ മനില, ഫിലിപ്പീൻസ് ആസ്ഥാനമായി വരുന്ന മറ്റേതെങ്കിലും സ്ഥാപനം അറിയോ നിങ്ങൾക്ക്? ഫിലിപ്പീൻസിലെ മനില ആസ്ഥാനമായി വരുന്ന മറ്റേതെങ്കിലും സ്ഥാപനം അറിയോ? ഫിലിപ്പീൻസ്, മനില, ഫിലിപ്പീൻസ് ആസ്ഥാനമായി വരുന്ന മറ്റേതെങ്കിലും സ്ഥാപനം? നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലെ? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം വരുന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം വരുന്നത് മനില, ഫിലിപ്പീൻസ് ആണ് അല്ലെ? മനില, ഫിലിപ്പീൻസിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം വരുന്നത്. ഓക്കെ, കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കട്ടക്ക്, ഒഡീഷ. കട്ടക്ക്, ഒഡീഷ. കട്ടക്ക്, ഒഡീഷ. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷയാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷ. കട്ടക്ക്, ഒഡീഷ. അടുത്ത, സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട്? സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട്? സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട്? സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ. സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങള് പട്ടാമ്പി ഉണ്ട്. പട്ടാമ്പി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി. അതുപോലെ മങ്കൊമ്പുണ്ട്, ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ്. ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ്. ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പുണ്ട്. ഓക്കെ അല്ലേ? പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് ആലപ്പുഴ. മങ്കൊമ്പ് ആലപ്പുഴ. പിന്നെ ഏതുണ്ട് പിള്ളേരെ? കായംകുളത്തുണ്ട്. കായംകുളം ആലപ്പുഴ. കായംകുളം ആലപ്പുഴ. വൈറ്റില എറണാകുളം അല്ലെ? വൈറ്റില എറണാകുളം. അപ്പൊ ഇത്രയാണ് നമ്മളെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ. പട്ടാമ്പി പാലക്കാട്, മങ്കൊമ്പ് ആലപ്പുഴ, കായംകുളം ആലപ്പുഴ, വൈറ്റില എറണാകുളം. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കൊഡീഷ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പീൻസ്. ഓക്കെ, നിങ്ങൾ ഒപ്പക് എന്ന് കേട്ടിട്ടുണ്ടോ? ഒപ്പക് ഇപ്പം നമുക്ക് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് ഒപ്പക് എന്ന് പറയുന്നത്. എന്താണ് ഒപ്പക്കിന്റെ പൂർണ്ണരൂപം? എവിടെയാണ് ഒപ്പക്കിന്റെ ആസ്ഥാനം? ഒപ്പക്കിന്റെ പൂർണ്ണരൂപം എന്താണ്? ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഒപ്പക്കിന്റെ പൂർണ്ണരൂപം. ഒപ്പക്ക് പറ. ഒപ്പക്കിന്റെ പൂർണ്ണരൂപം പറയട്ടെ. ഒപ്പക്കിന്റെ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് കേട്ടോ. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതാണ് ഒപ്പക്ക്. ഒപ്പക്കിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ വിയന്ന ഓസ്ട്രിയ. വിയന്നയുടെ ആസ്ഥാനം വിയന്ന ഓസ്ട്രിയ. ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന ഓസ്ട്രിയ. പേരാണ്. നിങ്ങള് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ നമ്മുടെ
ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നപ്പോഴും നമ്മുടെ ഇപ്പൊ ഈ യുദ്ധം നടക്കുമ്പോഴെല്ലാം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ, ആണവോർജ കമ്മീഷന്റെ ആസ്ഥാനം. ആണവോർജ കമ്മീഷന്റെ ആസ്ഥാനവും എവിടെയാണ് വളരെ വിയന്ന ആണല്ലേ? വിയന്ന ആണ്. വിയന്ന ആണവോർജ കമ്മീഷന്റെ ആസ്ഥാനം വിയന്ന ആണ്. ഒപ്പക് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് ഒപ്പക്കിന്റെ പൂർണ്ണരൂപം. വിയന്ന ഓസ്ട്രിയ. അടുത്ത് ആണവോർജ കമ്മീഷൻ, അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷൻ വിയന്ന ഓസ്ട്രിയ. അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷൻ വിയന്ന ഓസ്ട്രിയ. ലോക ബാങ്ക് വാഷിംഗ്ടൺ DC. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില ഫിലിപ്പീൻസ്. റിസർവ് ബാങ്ക് മുംബൈ. അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF വാഷിംഗ്ടൺ DC. എന്നാൽ ഞാൻ പറയുന്നു റിസർവ് ബാങ്ക് സ്ഥാനം ആദ്യം കൊൽക്കത്തയിലായിരുന്നു. ശരിയോ തെറ്റോ? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ആദ്യം കൊൽക്കത്തയിലായിരുന്നു. ശരിയോ തെറ്റോ? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയെന്നു കേട്ട് കഴിഞ്ഞാൽ അത് ആദ്യം കൊൽക്കത്തയിലായിരുന്നു. 1937ലാണ് കൊൽക്കത്തയിൽ ഇരുന്ന റിസർവ് ബാങ്കിനെ എടുത്ത് എങ്ങോട്ട് കൊണ്ടുവന്നത്? മുംബൈയിലോട്ട് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? കേരളത്തിൽ എവിടെയൊക്കെ റിസർവ് ബാങ്ക് ഉണ്ടേ? 37ലാണ് കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് വന്നത് കേട്ടോ. കേരളത്തിൽ എവിടെയൊക്കെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനമുണ്ട്? കേരളത്തിലെ റിസർവ് ബാങ്ക് കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് വരണം, ബേക്കറി ജംഗ്ഷനിൽ വരണം കേട്ടാ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലോട്ട് വന്നാൽ മാത്രമേ നിനക്ക് റിസർവ് ബാങ്ക് എന്ന സാധനം പോലും കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം വല്ല SBIയോ വല്ല ഫെഡറൽ ബാങ്കോ കാണണമെങ്കിൽ നിന്റെ വീണ്ടും അവിടെ ഇറങ്ങി നോക്കിയാൽ മതി. ഓക്കെ, തിരുവനന്തപുരത്ത് വരണം റിസർവ് ബാങ്കിനെ കാണണമെങ്കിൽ. ക്ലിയർ ആണല്ലോ? ശരി, മനസ്സിലായ? ഓക്കെ, മുംബൈ ആസ്ഥാനമായി വരുന്ന സംഘടനകൾ ഉണ്ട്, ഒന്ന് പറയാമോ? മുംബൈ ആസ്ഥാനമായി വരുന്ന സംഘടനകള് RBI, SBI, നബാർഡ്, BCCI, LIC. ഇതിന്റെയൊക്കെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അത് മുംബൈ ആസ്ഥാനമായി വരുന്ന സംഘടനകളാണ് RBI, SBI, SEBI, നബാർഡ്, BCCI, LIC. RBI, SBI, SEBI, നബാർഡ്, BCCI, LIC. ഇതിന്റെയൊക്കെ ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ് കേട്ടോ. ഇതെല്ലാം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇപ്പൊ RBI ആണെങ്കിൽ ധനകാര്യ സ്ഥാപനം, SBI ആണെങ്കിൽ ധനകാര്യ സ്ഥാപനം, SEBI ആണെങ്കിലും എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സ്ഥാപനം, നബാർഡ്, അതുപോലെ LIC, ഇതെല്ലാം ധനകാര്യവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. BCCI മാത്രമാണ് ഇതിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കായികമായി ബന്ധപ്പെട്ടത്. BCCI മാത്രമാണ് അല്ലെ? നിലവിലെ BCCI പ്രസിഡന്റ് ആരാണ്? നിലവിലെ BCCI പ്രസിഡന്റ് കറണ്ട് BCCI പ്രസിഡന്റ് ആരും പറയുന്നില്ല. BCCI പ്രസിഡന്റിന് ആർക്കും അറിയത്തില്ല. മിഥുൻ മൻഹാസ് ആണ് അല്ലെ? മിഥുൻ മൻഹാസ് ആണ്. ഓക്കെ, മിഥുൻ മൻഹാസ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ വരുമാന കമ്മിറ്റി നമ്മുടെ രാജ്യത്ത് നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 49 നമ്മളൊരു ദേശീയ വരുമാന കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് പിള്ളേരെ? രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ വരുമാന കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? 49 രൂപീകരിച്ച ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പറ. ആ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ PC
മഹലനോബിസ് ആയിരുന്നു. എന്താണ്? പി സി മഹലനോബിസ് ആയിരുന്നു കേട്ടോ. പി സി മഹലനോബിസ് ആയിരുന്നു ആ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, പി സി മഹലനോബിസ് ആയിരുന്ന ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ. 2 അംഗങ്ങൾ കൂടി പഠിച്ചോണം കേട്ടോ. 2 അംഗങ്ങൾ കൂടി പഠിച്ചോണം. ഡി ആർ ഗാഡ്ഗിൽ, എടാ മാധവ് ഗാഡ്ഗിൽ അല്ല, ഡി ആർ ഗാഡ്ഗിൽ. അതുപോലെ വി കെ ആർ വി റാവു. ഓക്കെ, വി കെ ആർ വി റാവു. ഡി ആർ ഗാഡ്ഗില്, വി കെ ആർ വി റാവു. അപ്പൊ മൊത്തത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. പി സി മഹലനോബിസ് ചെയർമാൻ, ഡി ആർ ഗാഡ്ഗിൽ ഒരു അംഗം, വി കെ ആർ വി റാവു ഒരംഗം. ഈ ദേശീയ വരുമാന കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഏത് വർഷമാണ് സമർപ്പിച്ചത്? 1949 രൂപം കൊണ്ട് ദേശീയ വരുമാന കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1949 ശേഷം ആയിരിക്കുമല്ലോ. പറ, 1949 ശേഷം എന്ന് പറയുമ്പോ ഏത് വർഷം? അയ്യോ പറ പിള്ളേരെ, ഗസ്സെങ്കിലും ചെയ്, നിങ്ങളെ പറ്റും. 50 ഒരു പിന്നക്കര കണക്കെടുത്തല്ല, ദേശീയ വരുമാനമാണ്. എന്ത് ഒരു വർഷം കൂടെ തീരത്തൊന്നുമില്ല. 1951 കേട്ടോ. 1951 ആണ് കേട്ടോ. 1951 ചമ്മിപ്പോയി. 1951. ഓക്കെ, ഫസ്റ്റ് റിപ്പോർട്ട് 1951. ഇങ്ങനെയാണ് നമ്മളെ കൊണ്ട് ഓരോരുത്തരും മോട്ടിവേറ്റ് ചെയ്ത് ഓരോ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിങ്ങനെയാണ് കേട്ടാ. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, അപ്പം 49 ദേശീയ വരുമാന കമ്മിറ്റി, പി സി മഹലനോബിസ് ചെയർമാൻ, ഡി ആർ ഗാഡ്ഗിലും വി കെ ആർ വി റാവു അംഗവും റിപ്പോർട്ട് കൊടുക്കുന്നത് 1951. അടുത്ത, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ആണോ? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജിയാണ് വളരെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയതും ദാരിദ്ര്യരേഖ നിർണയം നടത്തിയതും എല്ലാം ആരാണ് കുട്ടികളെ? അത് ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കിയതായിക്കോട്ടെ, ദാരിദ്ര്യരേഖ നിർണയം നടത്തിയതായിക്കോട്ടെ, അതെല്ലാം ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം കണക്കാക്കി ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ദാരിദ്ര്യരേഖ നിർണയം നടത്തിയതിന്റെ അടിസ്ഥാനം എല്ലാവർക്കും അറിയായിരിക്കും. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത്? എന്തടിസ്ഥാനത്തിലാണ്? ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത്. എല്ലാവർക്കും അറിയാം. ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യരേഖ നിർണയം നടത്തിയത്. ഓക്കെ, അടുത്ത, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ശരിയാണ്. ദേശീയ വരുമാനം കണക്കാക്കാനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും, ഇനി ഒരു രീതി കൂടിയുണ്ട്. ഉൽപ്പന്ന രീതി, വരുമാന രീതി, ഇനി ഒരു രീതി കൂടിയുണ്ട്. ചെലവ് രീതി. വളരെ 3 രീതിയിലാണ്. പക്ഷെ നമുക്കിവിടെ തെറ്റില്ല. ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും മാത്രം എന്ന് പറയുന്നില്ലല്ലോ. ഉൽപ്പന്ന രീതിയും വരുമാന രീതി എന്ന് മാത്രം പറയുന്നില്ല. ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ചെലവ് രീതിയും 3 രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഉൽപ്പന്ന രീതി ഇംഗ്ലീഷ് എന്ത് പറയടാ? ഉൽപ്പന്ന രീതിയുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഉൽപ്പന്ന രീതിയുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. എന്താണ് ആ ഇംഗ്ലീഷ് ടേം? ഉൽപ്പന്ന രീതിയുടെ ഇംഗ്ലീഷ് ടേം എന്താ? ഉൽപ്പന്നത്തിന്റെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെടാ? പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെ? പ്രോഡക്റ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. പ്രോഡക്റ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു x1 plus x2 plus x1 plus x2 plus
x3 പ്ലസ് എക്സെട്ര പ്ലസ് xn. ഓക്കെ, ഇതെന്തോന്ന് ഇൻഡു വന്നിരിക്കുന്നത് പ്ലസ് തന്നെ. ഓക്കെ, വളരെ പ്രോഡക്റ്റ് മെത്തേഡിന്റെ, അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ നമ്മള് 3 മേഖലകളുണ്ട്, 3 സാമ്പത്തിക മേഖലകളുണ്ട് അല്ലെ. അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, അതുപോലെ നമുക്ക് തൃതീയ മേഖല. 3 മേഖലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഈ 3 മേഖലകളുണ്ടല്ലോ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുണ്ടല്ലോ. ഈ 3 മേഖലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കിയിട്ടുള്ള മോഡലാണ് ഏത് പറയുന്നത്, പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വിവിധ മേഖലകൾ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ ഏത് സമയത്തിനുള്ളിൽ, അതായത് ഏത് കാലഘട്ടത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യമാണ്. ഏത് സമയത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് പിള്ളേരെ? ഒരു ഫിനാൻഷ്യൽ ഇയർ ഏതാ? സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 to മാർച്ച് 31. ഏപ്രിൽ 1 to മാർച്ച് 31 കേട്ടോ. ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം വെച്ചിട്ട് കണക്കാക്കുന്നതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഓക്കെ, അടുത്ത രണ്ടാമത്തത് വരുമാന രീതി. നമുക്ക് വരുമാന രീതി ഇവിടെ എഴുതാം. വരുമാന രീതിയുടെ ഇംഗ്ലീഷ് ഒന്ന് പറയാമോ പിള്ളേരെ? വരുമാന രീതിയുടെ ഇംഗ്ലീഷ് എന്താ? നിങ്ങൾ പറ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പ്രാവീണ്യമുള്ള ആൾക്കാർ തന്നെയാണ്. വരുമാന രീതിയാണ് ഇൻകം മെത്തേഡ് അല്ലെ? വരുമാന രീതിയാണ് ഇൻകം മെത്തേഡ് അല്ലെ? എവിടെ നിന്നുള്ള വരുമാനം അത് പറ. എവിടെ നിന്നുള്ള വരുമാനം പിള്ളേരെ? ഉൽപാദക ഘടകങ്ങളിൽ നിന്നുള്ള വരുമാനം. ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാടാ? ഭൂമി ഉൽപാദക ഘടകമാണ്. ഭൂമി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അത് തന്നെയാണ്, ഉൽപാദക ഘടകമാണ് ഭൂമി. അതുപോലെ തൊഴിൽ ഒരു ഉൽപാദക ഘടകമാണ്. മൂലധനം ഒരു ഉൽപാദക ഘടകമാണ്. സംഘാടനം ഒരു ഉൽപാദക ഘടകമാണ്. അപ്പൊ പിള്ളേർ ഇതൊക്കെയാണ് ഉൽപാദക ഘടകങ്ങൾ. ഭൂമി ഒരു ഉൽപാദക ഘടകമാണ്. തൊഴിൽ ഒരു ഉൽപാദക ഘടകമാണ്. മൂലധനം ഒരു ഉൽപാദക ഘടകമാണ്. സംഘാടനം ഒരു ഉൽപാദക ഘടകമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഭൂമി എന്നുള്ള വരുമാനം എന്ന് വെച്ചാൽ റെന്റ്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാല് റെന്റ് അല്ലെങ്കിൽ പാട്ടം. അത് നമ്മള് 6 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, അടുത്ത തൊഴിലിൻ്റെത് വേതനം അല്ലെങ്കിൽ വേജസ്. നമ്മൾ അതിനെ W എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അടുത്ത മൂലധനം, ക്യാപിറ്റൽ, അതിന്റെ പ്രതിഫലം. മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ, അതിന്റെ പ്രതിഫലം. പലിശ നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ട്രൈ കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, അടുത്ത സംഘാടനം, അതിന്റെ പ്രതിഫലം. സംഘാടനത്തിന്റെ പ്രതിഫലമാണ് ലാഭം, പ്രോഫിറ്റ്. നമ്മൾ അതിനെ P എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. അപ്പം വരുമാന രീതിയിൽ നാഷണൽ ആണുള്ള സമവാക്യം എന്താണ്? വരുമാന രീതിയിൽ ദേശീയ വരുമാനം കാണാനുള്ള സമവാക്യം ഏതാ കുട്ടികളെ? R പ്ലസ് W പ്ലസ് I പ്ലസ് P. R പ്ലസ് W പ്ലസ് I പ്ലസ് P. R പ്ലസ് W പ്ലസ് I പ്ലസ് P ആണ് ഇക്വേഷൻ അല്ലെ? R പ്ലസ് W പ്ലസ് I പ്ലസ് P.
അപ്പൊ അതാണ് വരുമാന രീതി. ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നുള്ള, അതായത് ഉൽപാദക ഘടകങ്ങളിൽ നിന്നുള്ള വരുമാനം കണക്കാക്കുന്ന അല്ലെങ്കിൽ വരുമാനം കണക്കാക്കിക്കൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണെന്ന് പറയുന്നത് വരുമാന രീതി എന്ന് പറയുന്നത്. വരുമാന രീതി. ഓക്കെ അല്ലേ വളരെ? ഇനി അടുത്ത മൂന്നാമത്തെ മെത്തേഡിന്റെ പേരെന്തായിരുന്നു? മൂന്നാമത്തെ മെത്തേഡിന്റെ പേരാണ് ചെലവ് രീതി അല്ലെ? ചെലവ് രീതിയുടെ ഇംഗ്ലീഷ് എന്താ? ചെലവ് രീതിയുടെ ഇംഗ്ലീഷ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നാണ്. ചെലവ് രീതിയുടെ ഇംഗ്ലീഷ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നാണ് ചെലവ് രീതിയുടെ ഇംഗ്ലീഷ്. അതിന്റെ ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിന്റെ ഇക്വേഷൻ ആർക്കെങ്കിലും അറിയോ? ചെലവ് രീതിയുടെ ഇക്വേഷൻ NI is equal to national income is equal to C plus I plus G plus X minus M. ഇതാണ് ഇക്വേഷൻ. C plus I plus G plus X minus M. ഓക്കെ, C എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? C എന്താണ്? വാട്ട് ഈസ് C? C എന്താണ്? C എന്ന് പറഞ്ഞാൽ ഉപഭോഗ ചെലവ് അല്ലെങ്കിൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഉപഭോഗ ചെലവ് അല്ലെങ്കിൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എന്താണ് കുട്ടികളെ ഈ ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്? എന്താണ് ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ ഉപഭോഗം എന്ന് വെച്ചാൽ എന്താണ്? ഉപഭോഗം നമ്മൾ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങൂലേ? കുട്ടികളെ? സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങൂലേ? അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? സാധനങ്ങളും സേവനങ്ങളും. നമ്മൾ സാധനങ്ങൾ മാത്രമല്ല വാങ്ങുന്നത്, മനസ്സിലായോ? സാധനങ്ങൾ മാത്രമല്ല നമ്മൾ വാങ്ങുന്നത്, നമ്മൾ സേവനങ്ങളും വാങ്ങുന്നുണ്ട്. മനസ്സിലായ? സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഏതെന്ന് പറയുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ ഈ പറയുന്ന കൺസപ്ഷൻ എന്ന് പറയും. ഉപഭോഗ ചെലവ് അല്ലെങ്കിൽ C, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഉപഭോഗ ചെലവ് എന്ന് പറയും. ഓക്കെ, ശരി. സർക്കാർ ഇത്രയും കടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തില് നിങ്ങൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര വേണോ സ്ത്രീകളെ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഓക്കെ, പറയും ഫ്ലൈറ്റിലും കൂടെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വേണ്ട. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അതൊന്നും വേണ്ട, പക്ഷെ സർക്കാരിന്റെ ആഡംബരം കുറയ്ക്കണം. ഓക്കെ, പക്ഷെ സർക്കാരിന്റെ ആഡംബരം കുറയ്ക്കും തോന്നുന്നു. സർക്കാരിന്റെ കുറെ ആഡംബരം, PSC അംഗങ്ങളുടെ ഉയർന്ന ശമ്പളം, PSC അംഗങ്ങളുടെ ഉയർന്ന ശമ്പളം, PSC അംഗങ്ങൾക്ക് ഉയർന്ന ശമ്പളം, ഉയർന്ന പെൻഷനൊക്കെ അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ നമ്മൾ ആവശ്യപ്പെടണം. അല്ലാതെ നമുക്കിതൊന്നും വേണ്ട. സർക്കാർ ബുദ്ധിമുട്ടിലല്ലേ? ആർക്ക് ബുദ്ധിമുട്ട്? അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? സർക്കാരിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, കടമാണെങ്കിൽ നമ്മളും ബുദ്ധിമുട്ടാൻ തയ്യാറാണ്, പക്ഷെ സർക്കാർ അതോടൊപ്പം ബുദ്ധിമുട്ടണം. അവിടെ ശമ്പളവും ഓണററിയും കുറയ്ക്കണം. ശരി, നോക്കാം. അപ്പൊ C എന്ന് പറഞ്ഞാൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറോ. അടുത്ത KSRTC പ്രൈവറ്റൈസ് ചെയ്യുമായിരിക്കും. ഇപ്പോഴല്ലെങ്കിൽ എന്തായാലും ഉടനെ തന്നെ എന്ത് ചെയ്യും. അത് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് KSRTC പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പിള്ളേരെ I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. I എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. മലയാളം പറയാൻ പറ്റുമോ? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ മലയാളം പറയാൻ പറ്റുമോ? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ മലയാളം എന്താ? നിക്ഷേപ ചെലവ്. എന്താ കുട്ടികളെ? നിക്ഷേപ ചെലവ്. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ മലയാളമാണ് നിക്ഷേപ ചെലവ്. ഓക്കെ,
നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളുടെ ആകെത്തുകയാണ് നിക്ഷേപ ചെലവായി കണക്കാക്കുന്നത്. നിക്ഷേപ ചെലവ്. അടുത്ത് ജി എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. എന്താ കുട്ടികളെ? ജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ചെലവ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ചെലവ്. ഓക്കെ അല്ലേ കുട്ടികളെ? ഗവൺമെന്റിന് എത്ര തരം ചെലവാ ഉള്ളത്? ഗവൺമെന്റിന്റെ ചെലവുകളെ നമ്മൾ പൊതുവെ എങ്ങനെ തരംതിരിക്കുന്നത്? കുട്ടികളെ? ഗവൺമെന്റിന്റെ ചെലവുകളെ രണ്ടായി തരംതിരിക്കും. വികസന ചെലവ്, വികസനേതര ചെലവ്. വികസന ചെലവെന്നും വികസനേതര ചെലവെന്നും രണ്ടായി നമ്മൾ തരംതിരിക്കും അല്ലെ? ഓക്കെ അല്ലേ? വികസന ചെലവെന്നും വികസനേതര ചെലവെന്നും നമ്മൾ രണ്ടായി തരംതിരിക്കും. അതിൽ ഈ വികസന ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുകയാണ് വികസന ചെലവെന്ന് പറയുന്നത്. മനസ്സിലായ? ഞാൻ ചോദിക്കട്ടെ, പെൻഷൻ കൊടുക്കുന്നത് വികസന ചെലവാണോ വികസനേതര ചെലവാണോ? ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്നും നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്നും പറയും. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ വികസന ചെലവ്. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസന ചെലവ്. നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ വികസനേതര ചെലവ്. പിള്ളേരെ, പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വികസനേതര ചെലവാണ്. ഓക്കെ അല്ലേ? യുദ്ധം വരുമ്പോൾ, അതായത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതോ വികസനമാണോ വികസനേതരമാണോ? വികസനേതര ചെലവാണ്. ഓക്കെ, നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, പലിശ കൊടുക്കാറുണ്ടല്ലോ, നമ്മൾ കടമെടുത്തിട്ട് പലിശ കൊടുക്കാറുണ്ട്. ആ പലിശ കൊടുക്കുന്നത് വികസന ചെലവാണോ വികസനേതര ചെലവാണോ? പലിശ കൊടുക്കുന്നത് വികസന ചെലവാണോ വികസനേതര ചെലവാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പെൻഷൻ ആയിക്കോട്ടെ, പലിശ ആയിക്കോട്ടെ, ഈ പറയുന്ന പ്രതിരോധ ചെലവായിക്കോട്ടെ, ഇതൊക്കെ വികസനേതര ചെലവാണ്. റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നത്, ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്, വിദ്യാലയങ്ങള്, ആശുപത്രികള്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നത്, അതിനു വേണ്ടിയൊക്കെ ചെലവാക്കുന്നതാണ് വികസന ചെലവ്. അതിനൊക്കെ വേണ്ടി ചെലവാക്കുന്നതാണ് ഏത് കുട്ടികളെ? വികസന ചെലവ്. ഓക്കെ അല്ലേ? അതിനുവേണ്ടി ചെലവാക്കുന്നതാണ് എന്ന് പറയുന്നത് വികസന ചെലവ് എന്ന് പറയുന്നത് കേട്ടോ. ശരി. അപ്പൊ ഉണ്ടാവുന്ന ചെലവുകളാണ് ജിയിൽ പറയുന്നത്. ജി എന്ന് വെച്ചാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഒരു വർഷം ഉണ്ടാവുന്ന ചെലവുകളാണ് ജിയിൽ പറയുന്നത്. അടുത്ത പിള്ളേരെ, നിങ്ങൾ പറയേണ്ടത് എക്സ് മൈനസ് എം എന്തെന്നാണ്. എക്സ് മൈനസ് എം എന്തെന്നാണ് പറയേണ്ടത്. എന്താണ് പിള്ളേർ എക്സ് മൈനസ് എം? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്. ഇവിടെ നിന്ന് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അല്ലെ? എക്സ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട്. ഇവിടെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും, എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും വ്യത്യാസത്തെയാണ് നമ്മൾ എക്സ് മൈനസ് എം എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും വ്യത്യാസത്തെയാണ് നമ്മൾ എക്സ് മൈനസ് എം എന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പം നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു സി കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഐ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ജി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് വാല്യൂ മൈനസ് ഇമ്പോർട്ട് വാല്യൂ. അപ്പൊ ഇതാണ് ഏത് മെത്തേഡ്? ചെലവ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ചെലവ് രീതി, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രത്യേക രീതികൾ 10ാം ക്ലാസ് എക്കണോമിക്സിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എല്ലാവർക്കും ഇക്വേഷൻ ഉൾപ്പെടെ മനസ്സിലായോ പിള്ളേരെ? അതിൽ ഏതെങ്കിലും മെത്തേഡ് ഒന്നുകൂടെ പറയണോ? വേണ്ട, സിമ്പിൾ സാധനമാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അത്